എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ദോശയ്ക്ക് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് ഒറ്റയ്ക്ക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ വേണ്ടാത്തവർക്ക് മൈദ ചേർത്ത് കൊടുക്കണ്ട. മൈദയും കൂടെ ചേർക്കുന്നതാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയാണ്. ആ മുട്ടയും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുവരെ ചേർത്ത കൂട്ടുകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇളം ചൂടോടുകൂടിയ പാലോ നോർമലായിട്ടുള്ള ടെമ്പറേച്ചറിലുള്ള പാലോ ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാല് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പാൽ ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 1.5 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലെ കട്ടയൊക്കെ മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് കുറച്ച് തക്കാളി ചെറുതായിട്ട് മുറിച്ചത്. ഇത് കുറച്ച് മല്ലിയില. ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതോ പല കളറിലുള്ള ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുക്കാം. ദോശയ്ക്ക് വേണ്ടിയുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ചൂടായ ദോശക്കല്ലിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ചുട്ടെടുക്കാം. നെയ്യ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കുക്കിംഗ് ഓയിലും ഉപയോഗിക്കാം. ചൂടായ ദോശക്കല്ലിലേക്ക് ഇനി മാവ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് റൗണ്ടായിട്ട് പരത്തിയെടുക്കാം. ഇതിലേക്ക് വെജിറ്റബിളൊക്കെ ചേർത്തുകൊണ്ട് അത്ര കറക്റ്റായിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പ് കിട്ടില്ലെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരു ദോശയ്ക്കുള്ള മാവ് ഇപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ചുട്ടെടുക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണിത്. ഈ ദോശ കാണാനും നല്ല ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക. 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. വേറെ ഒന്നും കുക്ക് ചെയ്യാനൊന്നും സമയമില്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് 2 ദോശ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കൺ ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.